ഹായ് ഓൾ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തരി പോലെ എണ്ണ യൂസ് ചെയ്യാതെ ബ്രേക്ക്ഫാസ്റ്റായും വൈകിട്ട് ചായയുടെ കൂടെ സ്നാക്കായും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളുടെ റെസിപ്പി ആയിരിക്കും കൂടുതൽ പേര് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ അങ്ങനെയുള്ള ഒരു അടിപൊളി വിഭവമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്നത്തെയും പോലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണിതും. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത നേന്ത്രപ്പഴവും ബ്രെഡും ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്നാക്ക് ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമായാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് പെട്ടെന്ന് റെസിപ്പി നോക്കാം അല്ലേ. ഞാൻ ഈ പലഹാരം ഉണ്ടാക്കാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സെയിം മെത്തേഡിൽ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി വേർഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് പൊടി എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ പുട്ട് നനയ്ക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് നനച്ചെടുക്കാം. വെള്ളം 2-3 ടേബിൾ സ്പൂൺ കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും കുറയണ്ട. വെള്ളം കുറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാൻ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത്. അത് മുഴുവൻ എനിക്ക് ആവശ്യം വന്നില്ല, ഇത്രയും ബാക്കിയുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ട് അടിച്ച് തീരെ കട്ടൊന്നുമില്ലാതെ ഫൈനായിട്ടുള്ള പൗഡർ ആക്കി എടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല പൗഡർ പരുവത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി അതേ ചോപ്പറിൽ തന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടി ശർക്കര ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ സ്വീറ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം. ഈ തേങ്ങയുടെ കൂടെ നേന്ത്രപ്പഴം വാട്ടിയത് കൂടെ ചേർത്താൽ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ പഴം ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇനി നമുക്ക് ഇഡ്ഡലിയുടെ തട്ടെടുത്തിട്ട് അതിൽ നമുക്ക് നെയ്യൊന്ന് തടവി കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാനും പറ്റും. പിന്നെ നെയ്യിൻ്റെ ചെറിയൊരു ഫ്ലേവർ പലഹാരത്തിന് കുറച്ചുകൂടെ ടേസ്റ്റും തരും. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വീണ്ടും ഗോതമ്പ് പൊടി ഇട്ട് കൈകൊണ്ട് ഒന്നുകൂടെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് ഇഡ്ഡലിയുടെ ഷേപ്പാക്കി എടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ 3 ശർക്കരയുടെ അച്ചാണ് പൊടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ 3 ആവശ്യം വന്നില്ല. ബാക്കി ശർക്കര പൊടിച്ച് ഞാനൊരു ബോട്ടിലാക്കി വെച്ചു. ഇതിന് ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. ഒരു വെറൈറ്റി ടേസ്റ്റ് ഒന്നല്ല ഇതിന്, ശരിക്കും അടയുടെ ടേസ്റ്റാണ് ഈ പലഹാരത്തിന്. കുക്കിംഗ് മെത്തേഡ് വളരെ വ്യത്യാസമാണെന്ന് മാത്രം. നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ മാവ് കുഴച്ച് വാഴയിലയിൽ പരത്തിയിട്ട് വേണ്ട തേങ്ങ ഫില്ല് ചെയ്യാൻ. ഇത് അതിന് പകരമായിട്ട് ഇല ഇല്ലാതെ തന്നെ പുട്ടുണ്ടാക്കുന്ന അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതാ ഇപ്പം നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിച്ച് 10-15 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ചെമ്പിൽ വെള്ളം വെക്കുമ്പോൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഏറ്റവും അടിയിലുള്ള തട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി നമുക്കിതിൻ്റെ മൂടി തുറക്കാം. എന്നിട്ട് ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം തട്ടിൽ നിന്ന് അടർത്തിയെത്താൽ മതി. ഒരുവിധം പേർക്കും അരിപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ഉള്ള അട നല്ല ഇഷ്ടമായിരിക്കും. പക്ഷേ ഇല്ലല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കുഴക്കാനും പരത്താനൊക്കെ മടി ആലോചിച്ചിട്ടായിരിക്കും കൂടുതൽ ആളുകളും അട ഉണ്ടാക്കാത്തത്. അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായും ഈ ഒരു മെത്തേഡ് വളരെയധികം ഉപകാരപ്പെടും. ഇഡ്ഡലി പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. എത്ര കഴിച്ചാലും മതിയാവില്ല. നെയ്യ് പുരട്ടിയത് കൊണ്ട് ചൂടാറിയാൽ ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും അതുപോലെ തന്നെ അട ഇഷ്ടമുണ്ടായിട്ടും പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കാതിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതിലേക്കും ബായ്. അസ്സലാമു അലൈക്കും.